വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച RPL AITC യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ശമ്പള വർധനവ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. RPL AITC യൂണിയന്റെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കാർഷിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ശമ്പള വർധനവ് നടപ്പാക്കുക, ഇടക്കാലാശ്വാസമായി 100 രൂപ നൽകുക, ഗ്രാറ്റുവിറ്റി 1 മാസത്തെ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. AITC കൊല്ലം ജില്ലാ സെക്രട്ടറി G. ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ ഗ്രാറ്റുവിറ്റി തുക 30 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുക വേണം. ഒരു മാസത്തെ ശമ്പളമല്ല നമ്മൾ പറയുന്നത്, 30 ദിവസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ തരേണ്ടതെന്നാണ് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും പലതാണ്. കശുവണ്ടി രംഗത്താണെങ്കിൽ 7 ദിവസവും 15 ദിവസവുമാണ് കൊടുക്കുന്നത്. അത് 30 ദിവസം ആക്കണമെന്ന് പറഞ്ഞുള്ള പ്രത്യേകമായ സമരങ്ങൾ നടത്തിയത്. നിങ്ങൾക്കിവിടെ എന്തായാലും 20% കിട്ടുന്നത് വളരെ ഇതാണ്. 20 ദിവസത്തെ ശമ്പളം കിട്ടുന്നത് അത് വർദ്ധിപ്പിക്കണം. ഇവിടെ അജയ് പ്രസാദ് സഭ പറഞ്ഞതുപോലെ ഓരോ വർഷം ഓരോ ദിവസം കൂട്ടിയാൽ മതി. 5 വർഷം കൊണ്ട് 5 ദിവസത്തെയും കൂടെ കൂടും. അതിന് പോലും തയ്യാറാകാതെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇവർ പോകാതെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. RPL യൂണിയൻ ജനറൽ സെക്രട്ടറി C. അജയ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്ലാന്റേഷൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി H. രാജീവൻ, ജോബോയ് പെരേര, V. രാജൻ, രമേശ്, കലാദേവി, തമിഴ് സെൽവൻ, ചിത്രരാജ്, മുരുകയ്യ, ജ്യോതി, രാജ്ലാൽ, അക്ഷയ്, ഷിജു, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 3 ആവശ്യങ്ങൾ ഞങ്ങൾ പ്രധാനമായും ഈ മാനേജ്മെൻറ്റിന് മുമ്പിലും അതുപോലെ കേരളത്തിലെ നമ്മളെല്ലാവരും കൂടി പടുത്തുയർത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുടെ മുന്നിലും നമ്മൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ഈ ഇരിക്കുന്നതിൽ ധാരാളം കാഷ്വൽ തൊഴിലാളികളുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ പണിയെടുക്കുന്ന കാഷ്വലായി പണിയെടുക്കുന്ന തൊഴിലാളികൾ 275 പേരാണ്. 1ഉം 2ഉം അല്ല, 275ഓളം വരുന്ന കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഈ കാഷ്വൽ തൊഴിലാളികളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത കാലം മുതലേ മാനേജ്മെൻറ്റുകളോടും മാറി മാറി വരുന്ന കേരളത്തിലെ ഗവൺമെൻറ്റുകളോടും AITC അടക്കമുള്ള ട്രേഡ് യൂണിയനിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.